Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പീനട്ട് ബട്ടർ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ വളരെ എക്സ്പെൻസീവ് ആണ്. ഇത് നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂൺ തേൻ, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കപ്പലണ്ടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് കപ്പലണ്ടി തോല് കളഞ്ഞ കപ്പലണ്ടിയാണ്. നമുക്ക് കടകളിൽ നിന്നിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊന്ന് ഒരു 3 മിനിറ്റ് വരെ ചീനച്ചട്ടിയിൽ, നല്ല ചൂടായ ചീനച്ചട്ടിയിൽ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരുവിധം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കപ്പലണ്ടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കപ്പലണ്ടി ചൂടാറിയതിന് ശേഷം വേണം അരക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേനും സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. 100% നാച്ചുറലാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ വേറെ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സൊക്കെ ചേർക്കാറുണ്ട്. ഇത് 100% നാച്ചുറലാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബട്ടർ കൂടിയാണിത്. ഇതൊന്ന് ഇടയ്ക്കൊന്ന് മിക്സി തുറന്ന് ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ എല്ലാ ഭാഗവും നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളുപ്പും ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. നല്ല തിക്ക് പേസ്റ്റായി അരഞ്ഞു വരാൻ വേണ്ടിയാണ് ഓയിൽ ഒന്നുകൂടെ ചേർത്തത്. അപ്പോൾ ടോട്ടലി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല തിക്ക് പേസ്റ്റ് ആവുന്നത് വരെ അരഞ്ഞു കിട്ടണം. കുട്ടികൾക്കൊക്കെ ഇത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ ഒരുവിധം അരഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് മിക്സി തുറന്ന് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അരച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബട്ടർ കൂടിയാണിത്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.